ഉണ്ണിബ്രദറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അക്രൈസ്തവനായിരുന്നു. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷാലോം എന്ന് പറഞ്ഞ ഒരു സംവിധാനം. വചനം കൊടുക്കാൻ ലോകം മുഴുവൻ വചനം എത്തിക്കാൻ വേണ്ടി ബെന്നിസാർ തുടങ്ങിയ ഒരു ഷാലോം എന്ന പ്രസ്ഥാനമാണ് ഉണ്ണിബ്രദർ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം. ഇദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു പെട്രോൾ പമ്പിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു കാലത്ത് ഷാലോം മാസിക ആ പെട്രോൾ പമ്പിൽ ആരോ കൊണ്ടുവിടുകയും അത് വായിക്കുകയും ഉള്ളിലൊരു തീ കത്തുകയും അതിനെ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയും അതിനുശേഷമാണ് ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി അദ്ദേഹത്തെ ചൈതന്യത്തിൽ ദൈവാത്മാവിൽ വളർത്തി വലുതാക്കിയത്. വെറുതെയല്ല, അനുഭവങ്ങൾ കൂടി, സത്യം ജീവിതമാകുന്ന തീച്ചുളയാകുന്ന അനുഭവങ്ങളിൽ കൂടി ഉണ്ണിബ്രദറിനെ ദൈവം നടത്തുകയായിരുന്നു. അത്ഭുതകരമാണെന്ന് പറയാം. ഞാൻ ആ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കെപ്പോഴും ഞെട്ടലാണ് ഉണ്ടാകുന്നത്. അത്രയൊരു അനുഭവങ്ങൾ കൂടിയൊക്കെ ദൈവം നടത്തി. ദൈവം ഇപ്പം ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരിലേക്ക് വചനം എത്തിക്കുവാൻ വേണ്ടി ഇവർ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഓടി നടക്കുകയാണ്. സമയമില്ലാതെ ഓടി നടക്കുകയാണ്. അപ്പോൾ അത് ഓർക്കുമ്പോൾ നമ്മുടെ ഈ ഷാലോമിനെ ഓർക്കുമ്പോൾ നമുക്ക് നന്ദി പറയണം. കാരണം വെച്ചാൽ ഷാലോം എന്നൊരു പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഇവർ ഈ സുവിശേഷം, ഈ സത്യദൈവത്തെ അറിയില്ലായിരുന്നു. അതിനുശേഷം ജീവിതത്തിൽ വന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അത് കർത്താവിനെ കൂടുതൽ അറിയാനിടയാക്കി. അതിനുശേഷം അദ്ദേഹം മിലിറ്ററിയിൽ പോയി. ആ മിലിറ്ററിയിൽ പോയതിനു ശേഷം അവിടെ ഒരു ജീവൻ, മഞ്ഞുമലയിലെ ഒരു ജീവൻ, നഷ്ടപ്പെട്ടു പോകുന്നൊരു ജീവനെ രക്ഷിക്കുവാൻ നോക്കുന്ന ശ്രമത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കാലിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഇപ്പോഴും സഹനത്തിൻ്റെ തീച്ചകളിൽ കൂടി നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വേദനയുടെ നിന്നിട്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. പള്ളിയിൽ വന്നാൽ നിലത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. അത്രയും വേദനയിൽ കൂടി ശുശ്രൂഷ ജീവിതം നടക്കുക. അതൊന്നും കർത്താവിൻ്റെ ആത്മാക്കളുടെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ച് ജീവിതം മുമ്പോട്ട് ക്രിസ്തുവിന് വേണ്ടി ഇവർ രണ്ടുപേരും മുമ്പോട്ട് പോവുകയാണ്. കൈക്കുഞ്ഞുമായിട്ടാണ്. കുഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചിട്ട് 17 വർഷമായിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും, നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി, നീ വലിയ ക്രിസ്തുവിൻ്റെ വിശ്വാസിയല്ലേ, എന്തുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നില്ല എന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നിൽക്കുന്ന സമയത്ത് 17 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് കർത്താവ് കുട്ടിയെ കൊടുത്തത്. അതാണ് ജോഷുവ എന്നു പേരുള്ള ആദ്യത്തെ മകൻ, നിങ്ങൾ എൻ്റെ കൂടെ കാണുന്ന മകൻ. അപ്പോൾ കൂടുതൽ ഞാൻ പോകുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ണിബ്രദർ നിങ്ങളോട് സംസാരിക്കും. അബീന ചേച്ചിയെയും ഉണ്ണിബ്രദറെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഹാർദവമായി നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യും. ദൈവം ഈ ഒരു സമയം നമുക്ക് വേണ്ടി ആരാധിക്കാനും മഹത്വപ്പെടുത്താനൊക്കെ ആയിട്ട് ദൈവം തന്ന സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. സാധിക്കുന്നവർക്കെല്ലാം കരങ്ങൾ ഉയർത്താം. നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചതുപോലെ, അബ്രഹാം ആരാധിച്ചതുപോലെ, മോശെ ആരാധിച്ചതുപോലെ കർത്താവെ ഞങ്ങൾ ഒന്ന് ചേർന്ന് ദൈവജനം ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു. ഏക മനസ്സോടെ കർത്താവെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു കത്തോലിക്ക സഭയുടെ മക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കുറച്ചുകൂടി ശബ്ദത്തിൽ പാടാവോ? ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങൾ
ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ 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 യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശു. വിശ്വാസത്തോടെ പാടാം. ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. പിതാവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. കർത്താവേ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. എരിയുന്ന തീച്ചൂളയിൽ ഇസ്രായേൽ ബാല്യന്മാർക്ക് മധ്യം ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇസ്രായേൽ ജനം ചെങ്കടൽ കടക്കുമ്പോൾ മരുഭൂമിയിലൂടെ നടക്കുമ്പോഴുണ്ടായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും മധ്യേ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെൻ്റെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെൻ്റെ മേൽ അധികാരം ചെയ്യണം. ഇരുകരങ്ങളും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമുക്ക് ആത്മാർത്ഥമായി പാടാമോ? പരിശുദ്ധാത്മാവേ, മാമോദീസയിലൂടെ കൂദാശകളിലൂടെ ഞങ്ങളിലേക്ക് ഒഴുകിയ അതേ അഭിഷേകം ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെൻ്റെ തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്കു ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെൻ്റെ മേൽ അധികാരം ചെയ്യണം. ആ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അപ്പനമ്മ 7 മക്കളും അങ്ങനെ ഒരു ഇടക്കാലങ്ങളിൽ വെച്ച് കേച്ചേരി എന്ന സ്ഥലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് പെട്രോൾ പമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ശാലോം മാസിക വായിച്ച് ഈശോയെക്കുറിച്ച് അറിയുന്നത്. കുടുംബത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, പരാധീനതകൾ, അപ്പൻ്റെ മന്ത്രവാദത്തോടുള്ള വിശ്വാസം, പിന്നെ മദ്യപാനം, കുടുംബം നോക്കാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന നാളുകളിൽ എന്തിന് ജീവിക്കണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്നുള്ള പ്രവണതയൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈശോയെക്കുറിച്ച് ഞാൻ വായിക്കാനായിട്ട് ഇടയാകുന്നത്. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഈശോയിൽ വിശ്വസിച്ചോളാം. അതിനിടയിൽ അമ്മയ്ക്ക് തളർവാദം പിടിപെട്ട് കിടപ്പായിപ്പോയി. അമ്മയ്ക്ക് സൗഖ്യം കിട്ടുകയാണെങ്കിൽ വിശ്വസിക്കാം. ഇങ്ങനെ ഒരേ ഗ്യാരണ്ടി കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോ ചോദിക്കുന്നതൊക്കെ തരാനായിട്ട് തുടങ്ങി. അമ്മയ്ക്ക് അത്ഭുതമായ സൗഖ്യം സംഭവിച്ചു. ഡിവൈനിൽ ധ്യാനം കൂടി, പോട്ടയിൽ ധ്യാനം കൂടിയപ്പോൾ പിന്നെ എനിക്ക് പെട്രോൾ പമ്പിൽ നിന്ന് പട്ടാളത്തിലേക്ക് ജോലി നൽകി സാമ്പത്തിക മേഖല അനുഗ്രഹിച്ചു. സ്വന്തമായിട്ടൊരു ഭവനവും വീടൊക്കെ വാങ്ങിക്കാനായിട്ട് കൃപ നൽകി. അങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കുന്ന ഇങ്ങനെ ദൈവം തന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. പിന്നെ 2001 പെട്രോൾ പമ്പിൽ നിന്ന് ജോലിയിലേക്ക് പോയതിന് ശേഷം പഞ്ചാബിലായിരിക്കും ഞാൻ മാമോസ് സ്വീകരിച്ചു. പഞ്ചാബിൽ അബോഹർ എന്ന സ്ഥലത്ത് വെച്ചൊരു മാമോസ് സ്വീകരിച്ചു.
അതിനുശേഷം 2005 എന്നെപ്പോലെ വിശ്വാസത്തിലേക്ക് വന്ന ഒരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന അബീനേനെ മാരേജ് ചെയ്തു. അപ്പോൾ അവർ മാമോസ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ വിശ്വാസം ഉണ്ടായിരുന്നു. മാമോസ് സ്വീകരിക്കാനേ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരെ കുടുംബസമേതം അപ്പനും അമ്മയും 2 മക്കളും മാമോസ് സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്നു. ഹല്ലേലൂയ. 2005 കല്യാണം നടന്നതിന് ശേഷം പട്ടാളത്തിൽ ഞങ്ങൾ സർവീസിലായിരിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ ഫാമിലി വെച്ചു, ഒരുമിച്ചായിരുന്നു. 10-17 വർഷത്തോളം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പിന്നെ പട്ടാളത്തിലിരിക്കുമ്പോൾ ഒരു ജവാനെ ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു വലിയൊരു ഐസിൻ്റെ വിടവിലേക്ക് ഇറങ്ങി അവനെ രക്ഷിക്കാൻ്റെ ഭാഗമായിട്ട് നടുപിടിച്ചു. പിന്നെ ഗണ്ണിട്ടിട്ട് ഒരു വട്ടം വീണു. അങ്ങനെ മൊത്തം എനിക്ക് ഒരു വട്ടം പാരലൈസ് ആയി പോയായിരുന്നു. പിന്നെ കർത്താവിൻ്റെ കൃപയാൽ അത്ഭുതമായിട്ട് ദൈവം സൗഖ്യം നൽകി. എന്നാൽ അതിൻ്റെ ഒരു പാർശ്വഫലങ്ങൾ ഇപ്പോഴും ശരീരത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പട്ടാളം വിട്ട് പോരാനുള്ള 2 റീസണായിരുന്നു. ഒന്ന്, ജീവിത പങ്കാളിയോടുകൂടി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി ശാരീരിക രോഗാവസ്ഥ വെച്ചുകൊണ്ട് സർവീസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. പിന്നെ മക്കളായിട്ടില്ല. ഇനിയിപ്പോൾ ഈ പട്ടാളത്തിൽ ജോലി ചെയ്തും സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യാനാ, ഇനിയുള്ള കാലം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, അങ്ങനൊരു നിഗമനത്തിലെത്തി. അതൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിരുന്നു. അങ്ങനെ പട്ടാളത്തിൽ നിന്ന് വിട്ടു വന്നു. 2016 വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ ശുശ്രൂഷയ്ക്കൊക്കെ പൊക്കോ, ഞാൻ ജോലി ചെയ്തോളാം, അപ്പോൾ നമ്മുടെ കുടുംബം കഴിഞ്ഞ് പോകുള്ളൂ. അങ്ങനെ അവൾ ഹിന്ദി B.Ed ആണ്. അവിടെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. നല്ല സാലറിയൊക്കെ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിഷന് പോകുമ്പോൾ ഈ പാട്ട് പാടാനും ഒരു ധ്യാനങ്ങളൊക്കെ നടത്താനും എപ്പോഴും ഒരു പ്രൈസിന് വർഷിപ്പിന് ആൾ വേണം. അപ്പോൾ അബീനെ പാടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിഷേകമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചേർച്ച ഉൽപ്പത്തി 2:18 പറയുന്നുണ്ടല്ലോ, ഞാൻ നമുക്ക് ചേർന്ന് ഇണയെ തരും. ഞാൻ പലപ്പോഴും ഇത് മനസ്സിലാക്കാറുണ്ട്. ഞങ്ങളുടെ ചേർച്ച എന്ന് പറയുന്നത് ചിലപ്പോൾ ശാരീരികമായി കാണുമ്പോൾ ഭയങ്കര വൈരുദ്ധ്യങ്ങളാണ്. കളർ കുറവാണ്, ഉയരം കുറവാണ്, ഞാൻ വേറൊരു ക്യാരക്ടറാണ്, സ്വഭാവം കൊണ്ട് ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ട്. പക്ഷേ ആത്മീയമായ കാര്യത്തിൽ ഞങ്ങൾ ഒരേ ലക്ഷ്യമാണ്, ഒരേ ഐക്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന വലിയൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായി ശാരീരികമായി ഭയങ്കര ചേർച്ച നോക്കും. മക്കൾക്ക് കല്യാണം ആലോചിക്കുകയാണെങ്കിലും നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിലും ഈ ഭൗതികമായിട്ടുള്ള സൗന്ദര്യം, പണം, സമ്പത്ത്, ജോലി ഇതൊക്കെ നോക്കും. അപ്പോൾ ആത്മീയമായ ചേർച്ച ആരും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതങ്ങളിൽ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് പ്രശ്നം തന്നെയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ 17 വർഷം മക്കളുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ അവൾ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. അത് കാരണം ആത്മീയമായ ചേർച്ച ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ പട്ടാളം വിട്ടുന്നു. പട്ടാളത്തിൽ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. ഞങ്ങൾക്കത് ഒന്നും സക്സസ് ആയില്ല. പിന്നെ ഈ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങി. അപ്പോൾ വട്ടാലച്ചൻ്റെ ഒരു കൺവെൻഷൻ ഞങ്ങളുടെ മുല്ലശ്ശേരി ഇടവകയിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇങ്ങനെ ധ്യാനത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, ഈ ടെസ്റ്റ് ട്യൂബൊക്കെ സഭാവിരുദ്ധമാണ്, പാപകരമാണ്, അത് ഈ കൃത്രിമ മാർഗ്ഗമാണ്, ദൈവീകമല്ല. അപ്പം അങ്ങനെ ചിന്ത വന്നപ്പോൾ ഞങ്ങളത് ഉപേക്ഷിച്ചു. ദൈവീകമല്ലാത്തൊരു രീതിയിൽ മക്കളെ ഞങ്ങൾക്ക് വേണ്ട. മക്കളില്ലെങ്കിലും കുഴപ്പമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഈശോയെ പ്രതി ചില കമ്മിറ്റ്മെൻറ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് ഏട്ടപ്പെടും. അതാണ് ഞാൻ കണ്ടൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ 2016 വളരെ റിട്ടയർമെൻ്റ് എടുത്ത് വന്നതിന് ശേഷം അവളും ജോലി റിസൈൻ ചെയ്തു. ഞാനും ഫുള്ളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടുംബസമേതം ശുശ്രൂഷയിലേക്ക് ഇറങ്ങി. ശുശ്രൂഷ പോയിക്കൊണ്ടിരുന്നു, പല യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു. ഒരു വട്ടം ത്രിപുര മിഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ അവിചാരിതമായിട്ട് 2 മാസമായി, സാധാരണയായിട്ട് ഈ മന്ത്ലി പീരീഡ് കയറി പോകാറുണ്ട്, സ്വാഭാവികമായിട്ട് ഉണ്ടാവാറില്ലാണ്. എന്നാലും ഒരു ഡൗട്ട് അടിച്ച് ഞങ്ങൾ ജസ്റ്റ് കാർഡിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഓൾറെഡി അബീന 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു എന്നല്ല. 17 വർഷങ്ങൾക്ക് ശേഷം മത്തായി 6:33 ദൈവം സ്ഥിരീകരിക്കുകയായിരുന്നു. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പോലും എൻ്റെ ആദ്യകാലങ്ങളിൽ ഈശോയിൽ വിശ്വസിച്ചിരുന്നത് വീടുണ്ടാവാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, നല്ല ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോയിൽ ഞാൻ വിശ്വസിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നത്. ഈശോ അതെല്ലാം തന്ന് ഒരു ആത്മീയ മേഖലയിൽ ഞാൻ കുറച്ചൊരു അഭിവൃദ്ധി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈശോ ഓരോന്നോരോന്ന് ചോദിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ഈ കൈക്കോട്ടിൻ്റെ ജീവനെ പോലെ ഇങ്ങനെ ഈശോയിൽ നിന്ന് ഇങ്ങനെ മാന്തി എടുക്കുക എന്നല്ലാണ്ട് ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്തത്, ഈശോയ്ക്ക് വേണ്ടി എന്താ കൊടുത്തത്. ഹല്ലേലൂയ. ഇതെൻ്റെ ഉള്ളിൽ ശക്തമായ പ്രേരണ വരാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുമുണ്ട്. എന്നിട്ടും നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി എന്താ കൊടുത്തത്, ഈശോയ്ക്ക് വേണ്ടി എന്താ കൊടുത്തത്, ഈശോ എന്താ ആഗ്രഹിക്കുന്നു നമ്മളിൽ നിന്ന്. ഹല്ലേലൂയ. ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, ഒന്ന് നമ്മുടെ സ്വന്തം ആത്മാവ് രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. 2 നമ്മളിലൂടെ രക്ഷ പ്രാപിക്കേണ്ടവരെ രക്ഷ പ്രാപിക്കണം. ഈ 2 കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാം കിട്ടി. പക്ഷേ നമ്മുടെ ആത്മാവ് അപകടസ്ഥിതിയിലാണെങ്കിൽ എന്താ കാര്യമുള്ളത്? ഈശോ പറഞ്ഞിട്ടുണ്ട്, ഒരു ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിൻ്റെ രക്ഷയെ പ്രതി
സ്വന്തം ആത്മാവിൻ്റെ രക്ഷയെപ്പറ്റി നാം ഓരോരുത്തരും കരുതലുള്ളവരായിരിക്കണം. എന്നിട്ട് നമ്മളിലൂടെ രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കളെക്കുറിച്ച് നമുക്ക് കരുതൽ വേണം. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പലപ്പോഴൊക്കെ ഔസേപ്പിതാവിനോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താ? നൽമരണ മധ്യസ്ഥനായിട്ടാണ് ഔസേപ്പിതാവിനെ നമ്മൾ അറിയപ്പെടുന്നത്, അല്ലേ? നമ്മുടെ പള്ളിയിലുണ്ട്, ഇന്ന് നോവേന കഴിഞ്ഞുള്ളൂ ഔസേപ്പിതാവിൻ്റെ. ഹല്ലേലൂയ. നൽമരണ മധ്യസ്ഥൻ. ഹല്ലേലൂയ. ഒരാൾക്ക് യഥാർത്ഥത്തിൽ നൽമരണം കിട്ടുന്നത്, നല്ല മരണം കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയോ? ഒരാൾ നല്ലതായിട്ട് നൽമരണം കിട്ടുന്നത് എപ്പോഴാണ്? ഒരാളുടെ ജീവിതകാലത്ത് അയാൾ ചെയ്യേണ്ട പ്രവൃത്തികൾ, ദൈവഹിതപ്രകാരം ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തതിന് ശേഷം അയാൾ മരിക്കുമ്പോഴാണ് അയാൾക്ക് നൽമരണം കിട്ടുന്നത്. ഹല്ലേലൂയ. നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെടാതെ ബെൻഡിങ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നൽമരണം കിട്ടത്തില്ല. ഈശോ കുരിശിൽ മരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോ ഏൽപ്പിച്ചിരുന്ന ജോലി, ഈശോ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം, ദൗത്യം പൂർണ്ണമായും ഈശോ പൂർത്തീകരിച്ചിട്ടാണ് ഈശോ മരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ, നമ്മളിലൂടെ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തികൾ, കാരുണ്യ പ്രവൃത്തികൾ, ആത്മാക്കളുടെ രക്ഷ നമ്മളിലൂടെ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ആത്മരക്ഷ അപകടത്തിലാണ്. ഹല്ലേലൂയ. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ടാണ് പൗലോസ് പഠിപ്പിക്കുന്നത്, 1 കൊരിന്തോസ് 9:16 പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതെൻ്റെ കടമയാണ്, പ്രസംഗിക്കുന്നില്ലെങ്കിൽ അത് ദുരിതം. ഹല്ലേലൂയ. ദുരിതമാണത്. ഞങ്ങൾക്ക് 17 വർഷം മക്കളില്ലാതിരുന്നു, പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തി നോക്കി, ഒരുപാട് പ്രാർത്ഥിച്ചു, നോവേന എടുത്തു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, ഒരുപാട് നേർച്ചകൾ നേർന്നു, ഒരുപാട് ഉടമ്പടികൾ എടുത്തു, മക്കളുണ്ടായില്ല. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണെന്നറിയോ? ദൈവം ഒരു സത്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാം ഉപേക്ഷിച്ച് ഇനി ജീവിക്കുന്നെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി മരണം വരെ ജീവിക്കാം, ഇനി എന്തിനാ ജീവിക്കുന്നത്, ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാം എന്നുള്ളൊരു നിലപാടെടുത്ത് കുടുംബസമേതം മിഷനിലേക്ക് ഇറങ്ങിയപ്പോൾ അത്ഭുതകരമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ അബീന 17ാമത്തെ വർഷം ഗർഭിണിയായി. ഹല്ലേലൂയ. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലായിട്ട് കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഞങ്ങൾ പൂർണ്ണമായി ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴും മക്കളുണ്ടാവത്തില്ല. കർത്താവ് അതിലൂടെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നൊവേനകളെടുത്തും പ്രാർത്ഥിച്ചും നിയോഗം വെച്ചും ഉടമ്പടി എടുത്തിട്ടും കിട്ടാത്ത ചില അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്ന സമർപ്പണത്തിലേക്കും ശുശ്രൂഷയിലേക്കും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൈവരാജ്യ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, നമ്മുടെ ദുരിത കാരണം അതായിരിക്കും. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിപ്പോൾ പോയിട്ട് വചനം പ്രഘോഷിക്കുക, അന്യനാടുകളിൽ പോയി വചനം പ്രഘോഷിക്കുക, മൈക്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുക, അതൊന്നും നിർബന്ധമൊന്നുമില്ല. ബിനോഗ ചെയ്യുന്നവർ തെരുവുകളിൽ പോയി ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നവർ അവരൊരു രീതിയിലുള്ള ശുശ്രൂഷ ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലായിരിക്കും, പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കും. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏത് വിധേനയും ഏതെങ്കിലും ശുശ്രൂഷയിൽ നിങ്ങൾ ഇൻവോൾവ്മെൻ്റ് ആയിക്കൊണ്ട് നിങ്ങളിലൂടെ നിർവഹിക്കപ്പെടേണ്ട ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദുരിതമായിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദുരിത കാരണം അതായിരുന്നു. ഞങ്ങൾ സാധാരണ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് നൊവേനയും ചൊല്ലിയും ഉടമ്പടി എടുത്ത് അല്ലെങ്കിൽ കൊച്ചു പ്രാർത്ഥനാ രീതിയിൽ നിൽക്കേണ്ടവരല്ല. ഞങ്ങളെക്കൊണ്ട് ലോക സുവിശേഷവത്കരണത്തിന് വേണ്ടി, ഭാരത സുവിശേഷവത്കരണത്തിന് വേണ്ടി കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പദ്ധതി ഓൾറെഡി ഉണ്ട്. ആ പദ്ധതി തിരിച്ചറിയാതെ നമ്മുടെ കാര്യസാധനത്തിന് വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, വീടുണ്ടാവാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാം ഇട്ടെറിഞ്ഞ് സുവിശേഷത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ദേ കടന്നു വരുന്ന മക്കൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് 2 45-ാമത്തെ വയസ്സിൽ ആദ്യത്തെ സന്താനവും 47-ാമത്തെ വയസ്സിൽ 2ാമത്തെ സന്താനവും വന്നു. ഇനി 50-ാമത്തെ വയസ്സിൽ 3-ാമത്തിന് കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ, അത് പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവത്തിന് നമ്മളെ സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ. 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 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൽമരണം എന്ന് പറയുന്നത്, അതായത് എന്നിലൂടെ സുവിശേഷം അറിയുകയും ആത്മരക്ഷ പ്രാപിക്കുകയും ചെയ്യേണ്ട വ്യക്തികൾ സുവിശേഷം അറിയുകയും ആത്മരക്ഷ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് നൽമണം കിട്ടുകയുള്ളൂ, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ സുരക്ഷിതമായിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ എന്താണ് ആത്മാക്കളുടെ രക്ഷ? ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്നത് എന്താണ്? റിഡംഷൻ, സാൽവേഷൻ. എന്താണ് രക്ഷ? രക്ഷയ്ക്ക് 2 കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്. ഒന്ന്, ഒരു വ്യക്തിയുടെ
പാപത്തിൽ നിന്നുള്ള വ്യക്തി മോചനം പ്രാപിക്കണം. 2, പാപം വഴി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കൃപാവരം ആ വ്യക്തിക്ക് തിരികെ ലഭിക്കണം. ഹല്ലേലൂയ. ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം തിരികെ ലഭിക്കണം. പാപം വഴി നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ, ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു വ്യക്തിയിൽ പാപമോചനത്തിലൂടെ കൃപാസ്വീകരണത്തിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയാണ് ഒരു വ്യക്തിയുടെ രക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ല, നമുക്ക് ഒരുപാട് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നു, പ്രാർത്ഥിക്കുന്നതൊക്കെ നടന്നു, പക്ഷെ നമ്മൾ പാപാവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ രക്ഷ അപകടത്തിലാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, ഒരാൾക്ക് പാപമോചനം പ്രാപിച്ച് കൃപ സ്വീകരിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് സുവിശേഷം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് സുവിശേഷം പങ്കുവയ്ക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം, 1, നാം പാപാവസ്ഥയിലാണ്, 2, വേണ്ടത്ര കൃപ നമ്മളിലേക്ക് കടന്നു വന്നിട്ടില്ല. ഹല്ലേലൂയ. ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം റോമാക്കാർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം പറയുന്നുണ്ട്, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തി കൃപയ്ക്ക് കീഴിലായി തീരുമ്പോൾ പിന്നെ ആ വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പാപം ചെയ്യാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്ന നമുക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ദൈവകൃപയാൽ പാപരഹിത ജീവൻ നയിക്കാൻ പറ്റും. കാരണം പെട്രോൾ പമ്പിലായിരിക്കുമ്പോൾ 16-ാമത്തെ വയസ്സിൽ, നല്ല മദ്യപാനിയായ അപ്പൻ്റെ മോനാണ് ഞാൻ, 16-ാമത്തെ വയസ്സിൽ ഒരു ഓൾഡ് മഗ് ബോട്ടിൽ ഞാൻ കുടിക്കുകയായിരുന്നു. ഹല്ലേലൂയ. 2 പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കുകയായിരുന്നു. എല്ലാ ദിവസവും സിനിമ കാണുമായിരുന്നു, കാണാത്ത മ്ലേച്ഛ പടങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. അത്ര അശുദ്ധിയുടെ കൂമ്പാരമായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഈശോയെ അറിഞ്ഞും ഈശോ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം പടിപടിയെ കടന്നു വന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ, ആവശ്യത്തിന് സഹനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ അതും കൂടി ഇതിനൊരു ബാധകമാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 4-ാം അധ്യായം 1-ാമത്തെ വചനം പറയുന്നുണ്ട്, ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അപ്പോൾ പാപത്തിൽ നിന്ന് വിടവാങ്ങാൻ ശാരീരിക സഹനങ്ങൾ നമുക്ക് ഉപകാരപ്രദമാണ്. ഹല്ലേലൂയ. ശരീരത്തിൽ ഒരു രോഗവുമില്ല, സുഖകരമായി പാപകരമായ ജീവിതം നയിക്കുകയാണെങ്കിൽ ആ ആരോഗ്യം കൊണ്ട് അവന് ഒരു ഗുണവുമില്ല. നേരെ മറിച്ച് പാപത്തിൽ നിന്ന് അകന്ന് കുറച്ച് രോഗപീഠയാക്കി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ സാധ്യമായി തീരും. ഏതാ വേണ്ടത്? രോഗസൗഖ്യം വേണോ? ശാരീരിക സഹനം വേണോ? ആത്മാവിൻ്റെ രക്ഷ വേണോ? എല്ലാ സമൃദ്ധിയിലും അത് ഈ ധനവാനെ കുറിച്ച് പറയുന്നുണ്ട്. ലാസർ രോഗപീഡിതനായിട്ട് വാതിൽ കിടക്കുക, ധനവാന് എല്ലാം ഉണ്ട്, മരിച്ചു കഴിഞ്ഞപ്പോൾ എവിടോട്ടാണ് പോയത്? നരകത്തിലേക്ക്. ഹല്ലേലൂയ. അപ്പം ഈ ലോകത്തിൽ കുറേ സുഖസൗകര്യങ്ങളും ഒരു രോഗപീഠയില്ല, എല്ലാ ആഡംബരമുണ്ട്. അങ്ങനെ തിന്നു കൊഴിച്ച് സുഖിച്ച് ജീവിച്ച് പോകുമ്പോൾ ഓർത്തോണം, നരകത്തിലേക്കുള്ള വഴി വീതി കൂടിയതും കല്ല് പാകി മിനുസപ്പെടുത്തിയതുമാണ്. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ്. ഹല്ലേലൂയ. ആ ഞെരുക്കമുള്ള വാതിലൂടെ പ്രവേശിക്കണം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു, അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് ബലപ്രയോഗം കൂടാതെ ആർക്കും കയറാൻ പറ്റത്തില്ല. സ്വപ്നത്തെ പോലും ചിന്തിക്കരുത്, എനിക്ക് തോന്നുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എത്തില്ല, ഒരു സംശയമില്ല. വചനത്തിൽ വ്യക്തമായിട്ട് കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്, എല്ലാവരും ബലം പ്രയോഗിച്ച് അതിലേക്ക് പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. പ്രാർത്ഥിക്കണം, ഉദാശയിൽ സംബന്ധിക്കണം, ദൈവരാജ്യ ശുശ്രൂഷയിൽ വ്യാപരിക്കണം, കൂട്ടായ്മയിൽ വരണം. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ, കുറേ ദൂരത്തുനിന്ന് വന്നിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ബലപ്രയോഗം നടത്താതെ ദൈവരാജ്യത്തിലേക്ക് കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വരും നാളുകളിൽ ദൈവജനവും തിരുസഭയും ചുരുങ്ങി 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 വിശുദ്ധ ഗണമായ ഒരു ചെറിയ ഗണം പറഞ്ഞിരിക്കുന്നത്. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുന്നത് ചുരുക്കാണോ? ഈശോ എന്താ പറഞ്ഞത്? അനേകര് ശ്രമിക്കും, സാധിക്കുകയില്ല. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയോ? പരിശ്രമിക്കാനാണ്. പക്ഷെ അനേകരെന്താ ചെയ്യാന്നറിയോ? ശ്രമിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. ബലപ്രയോഗം നടത്തണം, പരിശ്രമിക്കണം. ശ്രമവും പരിശ്രമവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നന്നായി പരിശ്രമിക്കണം. നമ്മുടെ സമയം, ഇത് തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ, പൂർണ്ണമായി സമയം പ്രയോജനപ്പെടുത്തുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സംശയമില്ല കാര്യത്തിൽ.
നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ ഉത്തരവാദിത്തങ്ങൾ, പ്രാർത്ഥനകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അത് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നിർവഹിക്കണം. പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾ നിരന്തരമായി സ്ഥിരമായി വന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരുന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയോട് നിങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കണം. തെരുവ് ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട ഒരു തെരുവ് ശുശ്രൂഷ ചെയ്യണം. വചനപ്രഘോഷണ ശുശ്രൂഷയുള്ളവർ വചനപ്രഘോഷണ ശുശ്രൂഷ ചെയ്യണം. മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയുള്ളവർ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യണം. ജോൺ പോൾ II മാർപ്പാപ്പ പറയുകയാണ്, ഒരു ക്രിസ്ത്യാനി മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു മിഷണറിയാണ്. നമ്മളെല്ലാവരും മിഷണറിമാരാണ്. അല്ലാണ്ട് അന്യ രാജ്യങ്ങളിൽ പോയി വചനം പ്രഘോഷിക്കുന്നത് മാത്രമൊന്നുമല്ല മിഷണറിമാരെ. മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടോ അവൻ മിഷണറിയാണ്. ഹല്ലേലൂയ. വൺസ് എ മിഷണറി ഓൾവേസ് മിഷണറിയാണ്. മാമോദിസ വഴി നമ്മളെല്ലാവരും കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ആദ്യം സഭയാണ് സ്ഥാപിച്ചത്, ആദ്യം സുവിശേഷമാണ് പ്രഘോഷിച്ചത്. കർത്താവ് ആദ്യം സുവിശേഷം പ്രഘോഷിച്ചു, പിന്നെ സഭയും കൂദാശകളും സ്ഥാപിച്ചു. ഹല്ലേലൂയ. സുവിശേഷ പ്രഘോഷണം വഴി വിശ്വാസം സ്വീകരിക്കുന്നവരെല്ലാം കൂദാശകൾ സ്വീകരിച്ച് സഭയിലേക്ക് കടന്നു വരണം. അതാണ് നിയമം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. പ്രസംഗം കേട്ടപ്പോൾ അനേകർ പശ്ചാത്തപിച്ചു. ചോദിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായിട്ട് അവൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അങ്ങനെ മാമോസ സ്വീകരിച്ച ഒരൊറ്റ പ്രസംഗം കൊണ്ട് 3000 പേരായിരുന്നു. ആ 3000 പേരും മാമോസ സ്വീകരിച്ച് സഭയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, കൂട്ടായ്മയിൽ സജീവമായി പങ്കുകൊണ്ടിരുന്നു. ആദ്യമേ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ നിരന്തരം സംബന്ധിക്കണം. തിരുവചന വായനയും ധ്യാനങ്ങളും വചന വായനയും മെഡിറ്റേഷനും നമ്മൾ നിരന്തരം നടത്തണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. തിരുവചനം, തിരുസഭ, കത്തോലിക്ക തിരുസഭ മക്കൾക്ക് വേണ്ടിയിട്ട് കൃപ സ്വീകരിക്കാനായിട്ട്, കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. കൃപ സ്വീകരിക്കാനായിട്ട് 2 വഴികളാണ് തന്നിരിക്കുന്നത്. ഒന്ന് വിശുദ്ധ ഗ്രന്ഥം, 2 കൂദാശകൾ. ഈ വിശുദ്ധ ഗ്രന്ഥം മാത്രം മുക്കി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റൻറ്റും മറ്റ് ഡൊമിനേഷൻ സഭകളെ പോലെ ആയിത്തീരും. അവർക്ക് കൂദാശകളില്ല. മാമോസിക്കുണ്ടെങ്കിലും വിശുദ്ധ കുർബാനയില്ല. ഹല്ലേലൂയ. കത്തോലിക്ക സഭയെപ്പോലെ സമ്പന്നമായൊരു സഭ ഈ ലോകത്തിലില്ല. ഇതിൽ പരിപൂർണതയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവൻ മരിച്ചാലും എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ സഭയിൽ കൃപാസീകരണത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ് തിരുവചനവും കൂദാശകളും. നാം കൂദാശയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കണം, വചനത്തിൽ കേന്ദ്രീതമായൊരു ജീവിതം നയിക്കണം. എന്നിട്ട് നമ്മളാവുന്ന വിധത്തിൽ ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കാളികളാണ്. ഹല്ലേലൂയ. കാരണം സഭയുടെ പ്രഥമമായ മുഖ്യമായ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. ഹല്ലേലൂയ. പല സ്ഥലങ്ങളിലും പല സഭകളും പല കോൺഗ്രിഗേഷനുകളും ജീർണിച്ചു പോകുന്നതിനൊരു കാരണം ചെയ്യേണ്ട പണി ചെയ്യാത്തതാണ്. അവരുടെ പ്രഥമമായ ദൗത്യം സുവിശേഷ പ്രഘോഷണമായിരിക്കെ അത് മാറ്റിവെച്ച് സ്കൂൾ നടത്താനും ഹോസ്പിറ്റൽ നടത്താനും തുനിഞ്ഞപ്പോൾ അവരുടെ കോൺഗ്രിഗേഷനുകളും സഭകളും ചുരുങ്ങി, ദൈവവിളിയില്ലാതെ ചുരുങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. കാരണം കർത്താവ് സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് സെക്കൻഡ് പ്രയോറിറ്റിയാണ്, അത് ആവശ്യവുമാണ്. പക്ഷേ പ്രഥമമായി നമുക്ക് വേണ്ടത് എന്താണ്? സുവിശേഷ പ്രഘോഷണം. നമ്മളെല്ലാവുന്ന വിധത്തിൽ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി നാം അധ്വാനിക്കണം. അത് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആവാം, തെരുവ് ശുശ്രൂഷയിലൂടെ ആവാം, വചനപ്രഘോഷത്തിലൂടെ, ഏത് വിധേനയാവാം ദൈവരാജ്യ ശുശ്രൂഷകളിൽ നാം പങ്കാളികളാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഒരുവൻ്റെ ആത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും, ഈ ലോകം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ മണ്ണും സമുദ്രവും പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഇത് മാത്രമൊന്നുമല്ല, ഗാലക്സി മുഴുവൻ അടങ്ങുന്നതാണ് ഈ ലോകം. ഹല്ലേലൂയ. ഗാലക്സി തന്നെ ചന്ദ്രനും സൂര്യനെ പോലെ നക്ഷത്രങ്ങളും ഭൂമിയെപ്പോലെ ഒരുപാട് ഗ്രഹങ്ങളും വലിയ വലിപ്പമുള്ള ലക്ഷക്കണക്കിന് വലിപ്പമുള്ള ഒത്തിരി ഗ്രഹങ്ങൾ അടങ്ങുന്നതാണ് ഈ ഗാലക്സി. അപ്പോൾ ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? ഈ ലോകം മുഴുവനേക്കാളും വിലയുള്ളതാണ് ഒരാത്മാവിൻ്റെ വില. ഹല്ലേലൂയ. ഈ ആകാശത്തേക്കാളും ഈ ഭൂമിയേക്കാളും സകല സൃഷ്ടിചരാചരങ്ങൾക്കും ലോകത്തേക്കാളും മുഴുവൻ വിലപ്പെട്ടതാണ് ഒരാത്മാവിൻ്റെ വില. അതാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ.
ഫുള്ള് ഈ ലോകവും ഈസിക്കൽ ടു ഒരാത്മാവിൻ്റെ വില, അതിനേക്കാൾ കൂടുതലാണെന്ന് പറയുന്നത്. കാരണം ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായി എന്താ പ്രയോജനം ചോദിക്കുന്നത്? അപ്പം അതിനേക്കാളും വിലയുള്ളതാണ് ആത്മാവ്. നമ്മുടെ മാത്രമല്ല, അനേകരുടെ ആത്മാവിന് അതേപോലെ വിലയുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്കൊന്നും സ്വർഗത്തിലേക്ക് കയറി പോകാൻ പറ്റത്തില്ല. നമ്മളിലൂടെ രക്ഷിക്കപ്പെടേണ്ട ആത്മാവ്, നമ്മളിലൂടെ സുവിശേഷം അറിയേണ്ട ആത്മാക്കൾ സുവിശേഷം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ. ഈ കാര്യം നിങ്ങൾ തിരിച്ചറിയണം. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കും, ലോക സുവിശേഷവത്കരണത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സഭയിൽ കഴിവും പ്രാപ്തിയുള്ള അനേകരെ മാനസാന്തരത്തിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ വചനപ്രഘോഷകരെ അയക്കും. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. ഹല്ലേലൂയ. അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം. പക്ഷേ നമ്മൾ സപ്പോർട്ടും ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം നാമധേയ ക്രിസ്ത്യാനികളായിട്ട് ഞായറാഴ്ച പള്ളിയിൽ മാത്രം വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്നൊരവസ്ഥയാണ്. നമ്മുടെ വിശ്വാസം മൃതമായിരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഒരാൾ പറയുകയാണ്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഈ ബൈബിളിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. ഈ ബൈബിളിൽ വിശ്വസിക്കുന്നവരൊന്ന് കൈപൊക്കെ. ഈ ബൈബിളിനകത്ത് വിശ്വസിച്ച് എനിക്ക് മുഖം നോട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ സുഖിപ്പിക്കുന്ന സുവിശേഷം ഞാൻ പറയത്തില്ല, പ്രോസ്പെരിറ്റി സുവിശേഷം ഞാൻ പറയത്തില്ല. കാരണം ഞാൻ നല്ല തീയില നിൽക്കുന്നത്, നല്ല വേദനയിലാണ് നിൽക്കുന്നത്, കർത്താവിന് വേണ്ടിയിട്ട് മരിക്കാനും ജീവിക്കാനും തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മുഖം നോട്ടമില്ല. ഞാൻ സുഖിപ്പിക്കുന്ന സുവിശേഷം പറയത്തില്ല, പച്ചയായിട്ടുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ, അനുഭവിക്കുന്ന കാര്യം ഞാൻ പറയത്തുള്ളൂ. ഹല്ലേലൂയ. ഈ ബൈബിളിൽ വിശ്വസിക്കുന്നവരുന്ന് കൈപൊക്കെ. ഹല്ലേലൂയ. എല്ലാവർക്കും തന്നെ ബൈബിൾ വിശ്വാസമുണ്ട്. കർത്താവ് പറയുകയാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നിർജീവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനില്ല എന്നർത്ഥം. ജീവനില്ലാത്ത വിശ്വാസം. അതെങ്ങനെയാണെന്നറിയോ? ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഒരിക്കൽ പോലും തുറന്നു നോക്കത്തില്ല, വായിക്കത്തുമില്ല. എല്ലാ ദിവസവും ഞാൻ ഇത് തുറക്കത്തില്ല, വായിക്കത്തില്ല. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, പക്ഷേ ആ വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരുന്നില്ല. ബൈബിൾ വായിക്കില്ല, പൂജ്യമായിട്ട് വീട്ടിൽ വെച്ചിരിക്കുക, നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുക, എടുത്ത് വായിക്കത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ത്രിപുരയിൽ മിഷൻ പോയപ്പോൾ ഓർക്കുകയാണ്, ഒരു വീട്ടിൽ പോയപ്പോൾ പുതിയ നിയമം എടുക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു, ഇതുപോലെ കീറി പറഞ്ഞിട്ട് പറയാൻ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, പുതിയ നിയമം എടുത്ത് വായിക്കി, പുതിയ നിയമം എടുത്ത് വായിക്കി. അവൻ പുതിയ നിയമം വേഗം അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് പുതിയൊരു ബൈബിൾ എടുത്തുകൊണ്ട് വന്നു, പുതിയൊരു ബൈബിള്. ഇതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ. ഹല്ലേലൂയ. ഈ ബൈബിള് വായിക്കണം, ചങ്കോട് അടുപ്പിക്കണം. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആദരത്തിലുണ്ടായിരിക്കണം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. ഹല്ലേലൂയ. 33 ദിവസം അല്ലെങ്കിൽ 3 മാസം ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബൈബിൾ വായിക്കും. ഹല്ലേലൂയ. ബൈബിള്, വചനം അത് ഈശോയാണ്. ഹല്ലേലൂയ. സഭ ഈശോയെ പോലെ, ഈശോയുടെ മൗതിക ശരീരത്തെ പോലെ വിശുദ്ധ ഗ്രന്ഥത്തെ മാനിക്കുന്നു എന്ന് പറയുന്നത് കത്തോലിക്ക തിരുസഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ. കാരണം ഇത് ജീവനാണ്, നിങ്ങളുടെ ഇത് ജീവനാണ്. നിയമാവർത്തന പുസ്തകത്തൊക്കെ പറയുന്നുണ്ട്, മോശയിലൂടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾ പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് പറയണം, കാരണം ഇത് നിങ്ങളുടെ ജീവനാണ്. ഇത് മൂലമായിരിക്കും നിങ്ങൾ കൈയടക്കാൻ പോകുന്ന കാനാൻ ദേശം നിങ്ങൾ ജീവിക്കുന്നത്. കാനാൻ ദേശം സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. കാനാൻ ദേശം സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ബൈബിളുമായിട്ടും വചനവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം വേണം. ബന്ധമില്ലാത്തവർ അങ്ങോട്ട് കയറില്ല. ഹല്ലേലൂയ. ആദിയിൽ ദൈവമുണ്ടായിരുന്നു, ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്താണ്? ദൈവമാണ്. ദൈവമില്ലാത്തവരെ ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് കയറ്റത്തില്ല. ദൈവത്തിൻ്റെ സ്ഥലം എവിടെയാണ്? സ്വർഗം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഉള്ളിൽ ദൈവം വേണം. ഹല്ലേലൂയ. നിങ്ങൾ പോകുന്നിടത്തും ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാ സമയത്തും ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെ പോയാലും യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ വചനം ഉണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരിക്കും. അവൻ എവിടെ പോയാലും ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിൾ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കാനും കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര നാണക്കേടാണ് ആളുകൾക്ക്. ഞാൻ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് പെട്രോൾ പമ്പിൽ ജോലിയിൽ കയറുന്നതിന് മുന്നേ ഭയങ്കര ജിമ്മിനൊക്കെ പോകുമായിരുന്നു. അതിനുശേഷം പെട്രോൾ പമ്പിൽ ഈശോയെ അറിഞ്ഞ് ഈശോയുടെ വിശ്വാസത്തിൽ കടന്നു വന്ന് മാനസാന്തര അനുഭവം ഉണ്ടായി. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. ജീസസ് യൂത്തിൻ്റെ പ്രേ ഗ്രൂപ്പിൽ പോയി പ്രാർത്ഥനയൊക്കെ ചൊല്ലാനൊക്കെ പഠിച്ചു. ആദ്യമായിട്ട് പഠിച്ച പ്രാർത്ഥന ജപമാല പ്രാർത്ഥന. എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശാലോമിലൊരു മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഒരു പെനുവേൽ ദൈവത്തിൻ്റെ മുഖം എന്ന് വന്നിട്ട് ഈശോയുടെ മുഖം വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
പെട്രോൾ പമ്പിൽ ടേബിളിന് മുകളിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കും, ആ ശാലവും ഇങ്ങനെ മടക്കി വെക്കും, എന്നിട്ട് മുട്ടുകുത്തും. ക്രിസ്ത്യാനികൾ മുട്ടുമേലെ പ്രാർത്ഥിക്കാമെന്ന് എനിക്കറിയാം, വേറെ ഒന്നും അറിയത്തില്ല, കുരിശു വരയ്ക്കാനെന്ന് അറിയത്തില്ല. മുട്ടുമേൽ നിന്നിട്ട് അമ്മയുടെ രോഗാവസ്ഥ, അപ്പൻ്റെ മദ്യപാനം, വീടില്ല, കഷ്ടപ്പാട്, ദുരിതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയും, കുറേ കരയും. ഞാൻ എന്തൊക്കെ പറഞ്ഞ് പെട്രോൾ പമ്പിൽ കരഞ്ഞിട്ടുണ്ടോ വരും നാളുകളിൽ, വർഷങ്ങൾക്ക് ശേഷം കർത്താവ് അതെല്ലാം പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കാൻ കുറേ ഭാഷകളുള്ള കുറേ പുസ്തകങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങലായിട്ട് പുറത്തേക്ക് വന്നാൽ മതി. ഒരു മനുഷ്യനോട് പറയുന്ന പോലെ ഈശോയോട് പറഞ്ഞാൽ മതി, ഈശോ അത് കേൾക്കും. ഹല്ലേലൂയ. കാരണം ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനം 34:18. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ വാച്യ പ്രാർത്ഥനയായി തീരാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരണം. കർത്താവ് ബാഹ്യമായി അല്ല നോക്കുക, ഉള്ളിലേക്ക് നോക്കുക. ഹല്ലേലൂയ. സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാനായിട്ട് വന്നപ്പോൾ ജസ്സയുടെ മൂത്ത പുത്രന്മാരെല്ലാം 8, 9, 10 ഒക്കെ ഉണ്ട്, വലുതൊക്കെ. അവരൊക്കെ തടിമാടന്മാരെ കൊടുന്ന് എത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു ഇവനല്ല. അവസാനം ചെറിയ ചെക്കൻ, ആട്ടിടയനായിട്ടുള്ള ബാലനായിട്ടുള്ള അവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ വിളിച്ചപ്പോൾ കർത്താവ് പറയുകയാണ് ഇവൻ തന്നെ, ഇവൻ അഭിഷേകം ചെയ്തോളാൻ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവട്ടെ ആന്തരിക ഭാവത്തിലും. നമ്മുടെ ആന്തരിക ഭാവം പ്രാർത്ഥനയിൽ ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളടച്ച എല്ലാവരും ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, വിശ്വാസത്തിൻ്റെ ഒരു കൃപ, എളിമയുടെ ഒരു കൃപ, ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഞങ്ങളിവിടെ നിർവഹിക്കപ്പെടേണ്ട ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങളെ സജ്ജരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തന്നെ ആത്മരക്ഷയപ്പെടുത്തി മറ്റുള്ളവരുടെ ആത്മരക്ഷയപ്പെടുത്തി കരുതലുള്ളവരായിരിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുഃഖഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇത് വായിച്ച് ധ്യാനിച്ച് ഇത് പാലിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ, ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ കർത്താവ് പ്രവർത്തിക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. എനിക്ക് ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. കടിക്കാൻ വരുന്ന പട്ടിയുടെ കുരിശ് വരച്ച് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. പെയ്യാൻ പോകുന്ന മഴയോട് ഇവിടെ പെയ്യരുത്, അവിടെ പോയി പെയ്യാതെ അവിടെ പോയി പെയ്യും. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഘോഷയാത്രയാണ് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ. ഹല്ലേലൂയ. മരിച്ചു എന്ന് വിധിയെഴുതിയിരിക്കുന്ന വ്യക്തികളെ വല്ല പ്രാർത്ഥനയുടെ ഉയർത്തെഴുന്നിട്ട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. കാരണം എന്താ അറിയോ, ഞാൻ എൻ്റെ മഹിമയ്ക്ക് വേണ്ടി പറയുന്നതല്ല, കർത്താവ് പറയുന്നത് പോലെ ഞാൻ നടക്കാൻ തയ്യാറായാൽ ഞാൻ പറയുന്ന പോലെ കർത്താവ് നടക്കും. കർത്താവ് പറയുന്ന പോലെ ഞാൻ ജീവിക്കാൻ തയ്യാറായാൽ ഞാൻ പറയുന്ന പോലെ കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപാട് പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല. കർത്താവോട് കാര്യം പറഞ്ഞാൽ മതി, കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസം ഉണ്ടെന്ന് പറയുകയും എന്നാൽ അത് പ്രവൃത്തിയിലേക്ക് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ചത്തതാണ്. ഹല്ലേലൂയ. നിർജീവമാണ്. ഹല്ലേലൂയ. വീണ്ടും യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായത്തിലും 26-ാമത്തെ വചനം പറയുകയാണ്, ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം മൃതമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവില്ലാത്ത ശരീരത്തിന് പറയുന്ന പേരെന്തായിരിക്കും? ഇപ്പം ഞാൻ മരിച്ചു, എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ കൊണ്ടുവരികയാണ്, മരിച്ച എൻ്റെ ശരീരം കൊണ്ടുവരികയാണ്. വീട്ടുകാർ നാട്ടുകാർ എന്താ പറയുക? ഉണ്ണി വരുന്നു എന്ന് പറയുമോ? ശവം, ഡെഡ് ബോഡി വരുന്നു എന്ന് പറയും. ഡെഡ് ബോഡി. ആത്മാവില്ലാത്ത ശരീരം ഡെഡ് ബോഡിയാണ്, ഡെഡ് ബോഡി. അപ്പോൾ പ്രവൃത്തി കൂടാതെ നിങ്ങളുടെ വിശ്വാസം ഡെഡ് ബോഡിയാണ്, ചത്തതാണ്. ഒരു കാര്യമില്ല. അതുകൊണ്ട് ഡെഡ് ബോഡിക്ക് കുത്തിയാലും വെള്ളം ഒഴിച്ചു കൊടുത്താലും ബിരിയാണി കൊടുത്താലും ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഒരു മുക്കുടിയനെ സംബന്ധിച്ച് ചത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വായിൽ എത്ര റമ്മ് കോരി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ചത്തതിനൊത്തതാണ്. ഹല്ലേലൂയ. പ്രവൃത്തിയിലേക്ക് വരണം വിശ്വാസം പ്രവൃത്തിയിലേക്ക് വരണം. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്താ? വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് അനുസരണം, പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഒരാളുടെ വിശ്വാസം ഉണ്ടോ ഇല്ല എന്ന് പരീക്ഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ സ്കെയിലുള്ളൂ. ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. വിശ്വാസം പ്രാർത്ഥനയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യൂദാശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. അപ്പോൾ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് എന്താ വഴി? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും തോറും വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കും തോറും പ്രാർത്ഥന കൂടും. ഞാനൊക്കെ പട്ടാളത്തിൽ
എല്ലാ ദിവസവും ജവമാല ജോലും ബൈബിൾ വായിക്കുകയും ചെയ്യും. നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഡ്യൂട്ടി ചെയ്യുമ്പോൾ AK-47 പോക്കറ്റിൽ തോളിട്ടുണ്ടാവും. ഒരു കല്ല് എപ്പോഴും യൂണിഫോമിൻ്റെ പോക്കറ്റിൽ കൊന്തയുണ്ടാവും. എപ്പോൾ ഡ്യൂട്ടിക്ക് പോയാലും എപ്പോഴും കൊന്ത ജോലിക്കൊണ്ടിരിക്കും. അപ്പോൾ ആളുകൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പട്ടാളക്കാരൊക്കെ നീ എപ്പോൾ നോക്കിയാലും തന്നെ പണി പ്രാർത്ഥിക്കുക പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ നോർമലായി നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ലീവിൽ വരും. ലീവിൽ വന്നിട്ട് ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് 19 കൊല്ലം ലീവിൽ വന്ന് എൻ്റെ പെട്രോളൊക്കെ തീർന്ന പോലെ ആയിരിക്കും. കാരണം ഈ ബൈബിളും കൊന്തയും മാത്രമേ ഉള്ളൂ പട്ടാളത്തിൽ. കുർബാനയില്ല, കൂട്ടായ്മ ഒന്നുമില്ല. ലീവിൽ വന്ന് കഴിഞ്ഞാൽ ആദ്യം ബാഗ് എല്ലാം വീട്ടിൽ വെച്ചിട്ട് 2-3 ജോലി ഡ്രസ്സ് എടുത്ത് ആദ്യം ഡിവൈനിൽ അല്ലെങ്കിൽ എവിടെ നല്ല ധ്യാനങ്ങളുണ്ടെങ്കിൽ അവിടെ പോയൊരു ധ്യാനം കൂടും. കാരണം എന്നെ ജീസസ് യൂത്തിലായിരിക്കുമ്പോൾ പ്രേ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ പെട്രോൾ പമ്പിൽ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഉണ്ണി തീപ്പൊരിയാണ്, ഭയങ്കര തീപ്പൊരിയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തിയാണ്. അവൻ വന്ന് പറയുക, സംസാരിക്കുക, സാക്ഷ്യം ചെയ്യുമ്പോൾ ഭയങ്കര അഭിഷേകമാണ്. അപ്പോൾ ഇങ്ങനെ തീപ്പൊരിയായിട്ട് എന്നെ കണ്ടിട്ടുള്ള എന്നെ പട്ടാളത്തിൽ പോയി പ്രാർത്ഥന കുറഞ്ഞു. ഈ മദ്യപാനികളുടെയും അല്ലെങ്കിൽ പ്രാർത്ഥനയില്ലാത്ത വ്യക്തികളുടെ ഇടയിൽ 6-7 മാസം കടന്നു കഴിയുമ്പോൾ എൻ്റെ വിശ്വാസമൊക്കെ അങ്ങ് ചോർന്ന് വളരെ വീക്കാവും. ഈ വീക്കായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും എൻ്റെ വീക്ക്നെസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാന്നറിയോ, പട്ടാളത്തിന് ലീവിൽ വന്ന് ആദ്യം പോയി ധ്യാനം കൂട്ടി ഫുൾ പവറായിട്ട് ഇറങ്ങും. അപ്പോൾ എന്നെ കാണുന്നു, ഓ നീ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേപോലെ ഇരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇതാണ് എൻ്റെ ഒരു ഗുഡ്നസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലീവിൽ വന്ന് പോയി ധ്യാനം കൂടി പവർഫുള്ളാവും. ഹല്ലേലൂയ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുന്നവർ ആ വിശ്വാസത്തിന് നല്ലൊരു മാതൃക സ്വീകരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നില്ല എങ്കിൽ പ്രാർത്ഥന. അപ്പോൾ ഞാൻ ഈ ധ്യാനമൊക്കെ കൂടി തിരിച്ച് പട്ടാളത്തേക്ക് പോയി. ഞാൻ അറിയുന്നില്ല കേട്ടോ. ഞാൻ തിരിച്ച് പട്ടാളത്തിൽ പോയി കഴിയുമ്പോൾ പട്ടാളക്കാരായിട്ട് ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ അവിടെ ഈശോയെക്കുറിച്ച് പറയും. ധ്യാനത്തിൽ കിട്ടിയ ചിന്തകളൊക്കെ പങ്കുവയ്ക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കും, കുശി വെച്ച് പ്രാർത്ഥിക്കുന്നു. കിടക്കാൻ സമയത്ത് കൊന്തയില്ല. അപ്പോൾ അവർ പറയും നീ ഓൾറെഡി പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊക്കെയാണ്, പക്ഷെ എന്താണെന്നറിയില്ല ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ ഭ്രാന്ത് ഇത്തിരി മൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ ഭ്രാന്ത് ഇത്തിരി മൂത്തിട്ടുണ്ട്. ഇതന്നെ പണി. പണ്ട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഇപ്പം മറ്റുള്ളവർ മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കലാണ്. ഹല്ലേലൂയ. തീഷ്ണത കയറി കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി എന്താ ചെയ്യാൻ നമുക്കൊരു പിടിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പ്രവർത്തന തലത്തിലേക്ക് വരുന്നില്ല. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്, കുർബാനയിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, കുർബാനയ്ക്ക് പോകത്തില്ല. അവൻ്റെ വിശ്വാസം കൊണ്ട് എന്താ കാര്യം? ജപമാലയിൽ മാതാവിനോട് എനിക്ക് ഭയങ്കര ഭക്തിയാണ്, ഭയങ്കര ഭക്തിയാണ്, പക്ഷേ എല്ലാ ദിവസവും ഒരു സമ്പൂർണ്ണ ജപമാല പോലും ചൊല്ലത്തില്ല. പോട്ടെ, ഒരു കൊന്ത പോലും ചൊല്ലത്തില്ല. അവൻ്റെ വിശ്വാസം കൊണ്ട് എന്താ കാര്യമുള്ളത്? ചത്തതെടുത്ത വിശ്വാസമാണ്. ആത്മാവില്ലാത്ത ശരീരം പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി നിങ്ങൾ അതിൽ സ്ഥിരചിത്തരായി നിൽക്കുവിൻ, അപ്പോൾ നിങ്ങൾ വീണു പോവുകയില്ലെന്ന് വചനം പറയുന്നത്. അപ്പം നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് അനുസൃതമായി നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ ശക്തിപ്പെടണം. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ബന്ധത്തിൽ വായനയിൽ നിങ്ങൾ ആഴപ്പെടണം. കൗതാശി ജീവിതത്തിൽ നിങ്ങൾ ആഴപ്പെടണം. കർത്താവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കി തീർക്കണം. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ ജീവിതം വിശുദ്ധിയുള്ളതായി തീരും. ഇതെല്ലാം നിങ്ങളുടെ കണക്ഷൻസ് കറക്റ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതം വിശുദ്ധിയുള്ളതായി തീരും. കണക്ഷൻസ് കട്ടായോ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും പാകപ്പഴയായിരിക്കും, ഒരു സംശയമില്ല. പത്രോസിയുടെ അടുത്ത് ഈശോ കാല് കഴുകി പത്രോസിയുടെ അടുത്ത് എത്തിയപ്പോൾ പത്രോസ് വേഗം കാല് നീട്ടി ബാക്കിലേക്ക് വലിച്ചു. യോഹന്നാന്റെ സുവിശേഷം 13-8 വചനം, അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്, ദൈവമാണ്, അങ്ങ് എൻ്റെ കാൽ കഴുകരുത്. ഈശോ എന്താ പറഞ്ഞറിയോ? ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. അപ്പോൾ പത്രോസ് പറയുകയാണ്, എന്നാൽ എൻ്റെ കാല് മാത്രമല്ല തലയും കൂടി കഴുകിക്കോളാൻ പറയുക. കാരണം കർത്താവിനോട് പങ്ക് എനിക്ക് വേണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കർത്താവിനോട് പങ്ക് വേണോ? നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. വിശുദ്ധി കൂടാതെ ഈശോയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. 1 പത്രോസ് 1-14-16 വചനത്തിൽ പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും. വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് കൊന്ത ചൊല്ലണം. വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് കുർബാനയിൽ സംബന്ധിക്കണം. വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് വചനം വായിക്കണം. അപ്പം നിങ്ങളുടെ ജീവിതം വഴി അനേകർക്ക് നന്മ ഉണ്ടാവാനായിട്ട് തുടങ്ങും. വിശുദ്ധി ഇല്ലാതെ നിങ്ങൾ എന്തോരം കൊന്ത, എന്തോരം മധ്യസ്ഥ പ്രാർത്ഥനയൊന്ന് കരങ്ങൾ പിടിച്ച് പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഹല്ലേലൂയ. ആദ്യം നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം, കണക്ഷൻ കറക്റ്റ് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. കാരണം എന്താ അറിയാം, നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റായാൽ തന്നെ വിശുദ്ധിയിൽ നമ്മൾ ഓക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആത്മരക്ഷ ഉറപ്പായി. വിശുദ്ധിയുള്ളൊരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ആരായിട്ട് സംസാരിച്ചാൽ മതി, ആരായിട്ട് തൊട്ടാൽ മതി, അവനിലേക്കല്ലേ ഈ കൃപ പകരം. ഈ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ വെറുതെ തൊട്ടേ ഉള്ളൂ, അവളിലേക്ക് വിശുദ്ധി പകർന്നു, സൗഖ്യം കിട്ടി. കണ്ടോ? നമ്മൾ ഒരുപാട് കൈ പ്രാർത്ഥന നടത്തിയിട്ട് ഒരുപാട് ഘോഷിക്കൊന്നും വേണ്ട, പിശാചിനെ ഓടിക്കാൻ വേണ്ടി ഒരുപാട് ബലം പിടിക്കൊന്നും വേണ്ട.
ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈശോയുടെ നാമത്തിൽ തൊട്ടാൽ മതി, അത്ഭുതം സംഭവിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും ചില മിഷൻ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ ട്രൈബൽസിനൊക്കെ ഭയങ്കര പച്ചയായിട്ടുള്ള അവരുടെ മനുഷ്യന്മാരാണ്. നമ്മളെപ്പോലെ, ഞാൻ ഒരു കാര്യം കൊണ്ട് പറയുകയാണ്, മലയാളികളെപ്പോലെ കാപ്പട്ടിലൊരു മനുഷ്യന്മാർ ഈ ലോകത്തിലില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു സ്വഭാവം, പുറത്ത് കാണിക്കുന്ന വേറൊരു സ്വഭാവം. ഞാനടക്കം മലയാളി ആയതുകൊണ്ട് പറയാം, ആ മനുഷ്യന്മാരെങ്ങനെയാണെന്ന് അറിയോ, അവർ ഉള്ളിൽ എന്താണ് അതായിരിക്കും പുറത്ത്. അറിവ് വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല, പക്ഷേ പച്ചയായ മനുഷ്യന്മാരായിരിക്കും. നമ്മളൊരു കാര്യം പറഞ്ഞാൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയാതെ കണ്ണ് തുറക്കത്തില്ല. ഇവിടെ കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ അപ്പ കണ്ണ് തുറന്ന് നോക്കുക, അവൻ എന്താ ചെയ്യുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ അതാ, നമ്മൾ അങ്ങനെ ആയിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ ട്രൈബിൾസിനൊക്കെ വേണ്ടി അവസാനം ധ്യാനത്തിന് സമാപന ദിവസമൊക്കെ കൈയൊപ്പ് പ്രാർത്ഥനയ്ക്ക് വെറുതെ പോയി കൈ വെക്കാനായിട്ട് അടുത്തേക്ക് പോകേണ്ട ആവശ്യം പോലും ഇല്ല. തൊട്ടടുത്തേക്ക് പോകുമ്പോഴേക്ക് തെറിച്ച് പോകുന്നു കണ്ടിട്ടുണ്ട് അഭിഷേകം കൊണ്ട്. കാരണം നമ്മുടെ യോഗ്യതയൊന്നുമല്ല, അവരുടെ സ്വീകാര്യത, കർത്താവിനെ സ്വീകരിക്കാനുള്ള അവരുടെ ഒരു സന്നദ്ധത, അത് കർത്താവ് മനസ്സിലാക്കി നമ്മളുടെ അഭിഷേകം ചൊരിയുകയാണ്. നമുക്കറിയാലോ, ഒരു ഡ്രൈ ആയിരിക്കുന്ന ഒരു സ്പോഞ്ച് വെള്ളത്തിലേക്ക് അടുത്ത് കൊണ്ടുപോയാൽ മതി, വെള്ളം മുഴുവൻ വലിച്ചെടുക്കും. അതാണ് സ്പോഞ്ചിൻ്റെ പ്രത്യേകത. ഇതേപോലെ കർത്താവിനെ സ്വീകരിക്കാനുള്ള ഹൃദയത്തിൻ്റെ തുറവി ഉള്ള വ്യക്തിത്വങ്ങളാകുമ്പോൾ നമ്മൾ ചുമ്മാ നിന്നാൽ മതി, അഭിഷേകം നമ്മളിൽ നിന്ന് ഒഴുകും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവർ ഇടയ്ക്കിടങ്ങനെ പോകുമ്പോൾ തന്നെ അവർ പറയും കറണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടാവും. വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവർ പറയും മേലൊക്കെ കോരിത്തിരിക്കുന്നു, തീ കത്തുന്ന അനുഭവമൊക്കെ ഉണ്ടാവും. നമുക്ക് വചനപ്രഘോഷണം നടത്തി വടിയെടുത്ത് അടിച്ചാൽ പോലും നമുക്ക് ഒരു എഫക്റ്റും ഇല്ലാത്ത അവസ്ഥയാണ്. ഹല്ലേലൂയ. നമ്മളെ തന്നെ തിരിച്ചറിയണം, വിശുദ്ധീകരിക്കണം, കർത്താവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുത്തണം. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് കടന്നു വരണം. സൽപ്രവൃത്തിയിലേക്ക്, ശുശ്രൂഷകളിലേക്ക്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുടെ തികവിലേക്ക്, പ്രവൃത്തിയിലേക്ക് നമ്മുടെ വിശ്വാസം കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വിശ്വാസം ഉണ്ടെങ്കിൽ വചനം വായിക്കണം, ധ്യാനിക്കണം, ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം. കൂദാശകൾ വിശ്വാസം ഉണ്ടെങ്കിൽ കൂദാശകളുടെ ഭാഗമായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാകട്ടെ. നമ്മളിൽ നിന്ന് നിക്ഷേപിച്ചിരിക്കുന്ന കൃപ വ്യർത്ഥമായി പോകാതിരിക്കട്ടെ. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ യഥാവിധി നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടട്ടെ. അങ്ങനെ നമ്മളിലൂടെ രക്ഷപ്പെടേണ്ട ആത്മാക്കളെ രക്ഷ സാധ്യമായി തീരട്ടെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ സമയമായിട്ടുണ്ട്. നമുക്ക് കണ്ണുകളടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ നിമിഷങ്ങളിൽ കർത്താവായ ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ തന്നെ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം മാമോദീസ വഴി ഞങ്ങളെല്ലാവരും തന്നെ മിഷണറിമാരാണ്. കാരണം ഞങ്ങൾ സഭയിൽ അംഗങ്ങളാണ്. സഭയുടെ പ്രഥമമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ്, ആത്മാക്കളെ രക്ഷയാണ്. അല്ല, പലവിധ ശുശ്രൂഷയാവാം. ഏതു തന്നെയായാലും എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ എന്താണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രത്യുത്തിരിക്കാൻ വേണ്ട ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവ് പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ തിരിഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ, ഇതാ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുവാനായിട്ട് ഇടയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ദുരിതമാണ്. ഞങ്ങളുടെ ദുരിത കാരണം കർത്താവെ, ഞങ്ങളിലൂടെ സംഭവിക്കേണ്ടതുള്ള ദൈവമഹത്വത്തിൻ്റെ പ്രവൃത്തികൾ സംഭവിക്കാത്തതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവവുമായിട്ട് വേണ്ട വിധത്തിലുള്ള ഞങ്ങളുടെ ബന്ധം യഥാർത്ഥത്തിൽ കറക്റ്റ് അല്ലാതായിരിക്കുന്നതാണ് ഞങ്ങളുടെ ദുരിത കാരണം. കർത്താവെ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും വിശുദ്ധിയിൽ അവിടുത്തെ ഐക്യപ്പെടുവാനും ഞങ്ങളിലൂടെ സംഭവിക്കേണ്ടതായിട്ടുള്ള ദൈവമഹത്വത്തിൻ്റെ പ്രവൃത്തികൾ യഥാകാലം സംഭവിക്കുവാനും കൃപ ചൊരിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയും ഒരു കൂട്ടായ്മയുമായിട്ടുള്ള സജീവമായ ഒരു ബന്ധം, പള്ളിയും കൂദാശകളുമായിട്ടുള്ള സജീവമായ ഒരു ബന്ധം, വിശുദ്ധ ഗ്രന്ഥവുമായിട്ടുള്ള സജീവമായ ബന്ധം, പ്രാർത്ഥനയിലൊരു സ്ഥിരത കർത്താവെ ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം ജീവനുള്ളതാക്കി തീർക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രവൃത്തിയിലേക്ക് ഞങ്ങളുടെ വിശ്വാസം കടന്നു വരാൻ, അനുസരണത്തിലേക്ക് കടന്നു വരാൻ കൃപ ചൊരിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ദൈവമാതാപരിശ കന്യാമരത്തിൻ്റെ വിമല ഹൃദയം മധ്യസ്ഥമടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെട്ടുകൊണ്ട് പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകളാകുന്നു അങ്ങയുടെ ദത്വം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഗ്ലോറി 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 ഗ്ലോറി. കർത്താവായ ഈശോയെ, ഇവിടെ ആയിരിക്കുന്ന ഓരോ അപ്പച്ചന്മാരും അമ്മച്ചിമാരെയും സഹോദരി സഹോദരങ്ങൾ കുഞ്ഞുമക്കളെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശ്വര അമൂല്യമായ തിരക്കത്താൽ ഇവർ ഓരോരുത്തരും ശിരസ് മുതൽ ഉൾക്കാൽപാദം വരെ അഭിഷേകം ചെയ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, സകല പാപ അശുദ്ധിയിൽ നിന്നും അത് മുഖാന്തരമുള്ള രോഗപീഠകളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും തീന്മയുടെ ആധിപത്യത്തിൽ നിന്നും കർത്താവായ ഈശോയുടെ രക്തത്താൽ ഇപ്പോൾ ഇവരെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും വിദുഷരായിരുന്നു നിങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി ദൈവത്തോട് നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു. കർത്താവെ, ദൈവത്തിന് അകന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈശ്വര അമൂല്യമായ രക്തത്താൽ ഇപ്പോൾ ഇവരെ ദൈവത്തിന് സമീപസ്ഥരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി 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 ഗ്ലോറി. ഓ പ്രിയ പരിശുദ്ധാത്മാവെയും അഭിഷേകമായി വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയിലും വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ സൃഷ്ടികളാക്കി മാറ്റാൻ പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 വചനപ്രകാരം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. കർത്താവ്, നാളിതുവരെ ഇവരുടെ ജീവിതത്തിൽ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ആത്മീയ അന്ധത, കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കെട്ടുകൾ ഈശ്വര നാമത്തിൽ അഴിക്കുന്നു, ഈശ്വര നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ഈശ്വര നാമത്തിൽ നിർവീര്യമാക്കുന്നു. വിശ്വസിക്കുന്നതോടെ ഈ അടയാളം ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കൾ ബഹിഷ്കരിക്കും, അന്യഭാഷകൾ സംസാരിക്കും, മാരകമായി കുടിച്ചാൽ ഉപദ്രവിക്കുകയില്ല, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, രോഗികളുടെ മേൽ കരങ്ങൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മന ഞാൻ ഓരോരുത്തരുടെ ശിരസ് കൈവച്ചുകൊണ്ട് വികാരിയച്ചോട് ചേർന്നുകൊണ്ട് തിരുസഭയോട് ചേർന്നുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി 12:2 അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കുന്ന വചനത്തിന്റെ അഭിഷേകത്താൽ കർത്താവിയുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം നിറയെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധയിൽ ഈശ്വര നാമത്തിൽ അത്ഭുത വിടുതൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. വിശുദ്ധ ജീവൻ നയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പാപദുശീലങ്ങൾ ഈശ്വര രക്തത്താൽ നിർവീര്യമാക്കാൻ പ്രാർത്ഥിക്കുന്നു. അശുദ്ധിയുടെ ദുരാത്മാക്കൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. മത്തായി 18:18 പ്രാർത്ഥിക്കുന്നു. ശാസിച്ച് പ്രാർത്ഥിക്കുന്നു, ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ട സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുന്ന ദൈവജന അനന്ത യോഗ്യതയാൽ ശക്തിയാൽ യേശു ക്രിസ്തു അധികാരമുള്ള നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ ജീവൻ നയിക്കാൻ, പ്രാർത്ഥനാ ജീവൻ നയിക്കാൻ, വിശ്വാസ അഭിവൃദ്ധി പ്രാപിക്കാൻ, വിശുദ്ധിയിൽ അഭിഷേകം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുപോട്ടെ പ്രാർത്ഥിക്കുന്നു, ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ കുശിജോളി സംഭവിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ശബലമല ഹരിയ റിയ 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 റിയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശബലമല ഹരിയ റിയ 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 റിയ. ഹീൽ ആൻഡ് ഡെലിവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുനാമത്തിൽ അത്ഭുത സൗഖ്യം വ്യാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. മിറാക്കിൾ ഹീലിംഗ് പവർ സ്പ്രെഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈശോനാമത്തിൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ കൃപാവരം മക്കളിലേക്ക് പകർന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വ്യാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവേ, ഇവരെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ യേശുനാമത്തിൽ പൊട്ടിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിൽ അഭിഷേകം വ്യാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. യെശയ്യാ 22:22 പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ ഭവന താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നു. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധിക്കുകയില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ സാധിക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതങ്ങളും അനുഗ്രഹ തടസ്സ കവാടങ്ങൾ അടച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹത്തെ കവാടങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നു. ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിലെ മക്കളിലൂടെ, അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരിലൂടെ, സഹോദരി സഹോദരങ്ങളിലൂടെ ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ട വരാൻ പോകുന്ന കൺവെൻഷൻ കർത്താവേ വിജയപ്രദമായി തീരുവാൻ കൃപാഭിഷേകം ചൊരിയപ്പെട്ട് ദേശം ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉണർന്നാൽ ദേശം ഉണരും. ഗ്ലോറി 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 ഗ്ലോറി. അസ്ഥിബന്ധങ്ങളെ, അസ്ഥിരോഗങ്ങളെ യേശുനാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു, സൗഖ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹീൽ ആൻഡ് ഡെലിവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുനാമത്തിൽ സൗഖ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഞരമ്പ് സംബന്ധമായ രോഗപീഠകൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതുകരം നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വിശ്വാസത്തുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. യാക്കോബ് 5:15. വിശ്വാസത്തുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഈശോയെ ഇവരുടെ കരങ്ങൾ ഈശോയുടെ കരങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാടിഞ്ഞരമ്പുകൾ ബലം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടുമടക്കാനുള്ള വേദന, മുട്ടുകുത്താനുള്ള പ്രയാസം ഈശോ നാമത്തിൽ ഹീലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ വേണ്ട ബുദ്ധിയില്ലാത്ത അവസ്ഥ, മന്ദീഭവിച്ച അവസ്ഥ കുഞ്ഞുമക്കളിൽ നിന്ന് നീങ്ങി പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകാശം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:12 ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറുന്ന ദുശീലക കാരണമായ പൈശാചിക ആധിപത്യങ്ങൾ, തിന്മയുടെ ദുരാത്മാക്കൾ, മദ്യപാനത്തിന്റെ ദുരാത്മാവ്, വെറുപ്പിന്റെ ദുരാത്മാവ് യേശുനാമത്തിൽ ബന്ധിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ബഹിഷ്കരിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഈശോ രക്തത്താൽ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി 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 ശബലമല ഹരി ഹരി ഹരി. വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശബലമല ഹരി 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 ഹരി. തലച്ചോറ് സംബന്ധമായ രോഗപീഠകളെ ഈശോയുടെ നാമത്തിൽ സൗഖ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ രോഗപീഠകൾ, യൂട്രസ് സംബന്ധമായ രോഗപീഠകൾ യേശുനാമത്തിൽ സൗഖ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഹീൽ ആൻഡ് ഡെലിവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശ്വാസത്തുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശബലമല ഹരി 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 ഹരി. വിശ്വാസത്തിന്റെ കൃപാവരം ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ഉദ്ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിയിലൂടെ ലഭിക്കുന്ന വിശ്വാസന കൃപ സുന്യേസ വിശ്വാസ ഉത്പന്ന ഹോത്തെ. വിശ്വാസം കേൾവിയിൽ നിന്ന് ഹല്ലേലൂയ. കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തുമാകുന്നു. കർത്താവേ, വചനം ശ്രവിച്ച നിമിഷങ്ങളിൽ ഇവരിലേക്ക് പരിശുദ്ധാത്മാ അഭിഷേകം വ്യാപിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബലമല ഹരി 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 ഹരി. ഗ്ലോറി 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 ശബലമല ഹരി 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 ഹരി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ.